ഹായ് ഹലോ ഏഞ്ചൽ വോയിസിലേക്ക് സ്വാഗതം. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങി എത്തുമോ? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂസിനിലേക്ക് തിരിച്ച് എത്തുമോ? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. റീയൂണിയൻ തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, ഒരു റീയൂണിയൻ സാധിക്കുമോ? ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. 100% നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ്. ഒരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഒന്നുകിൽ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ നല്ല രീതിയിൽ മുറിവേറ്റിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾ ന്യായീകരിക്കുമെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും അവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് മുറിവേറ്റതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അവർക്ക് പറയാനും ഉണ്ടായിരിക്കും അല്ലേ? അപ്പം ആ ഒരു കാര്യത്തിൽ അവർക്ക് മുറിവേറ്റിരിക്കുന്നു. ആ മുറിവ് ഉണങ്ങിക്കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഒരു റീയൂണിയൻ സാധിക്കുന്നത്. ക്യൂൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ച് കളയുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുമായിട്ടൊരു റീബർത്ത് വേണമെന്നും അതുപോലെ തന്നെ ഒരു ഗ്രോത്ത്, ഒരു സഡൻ ആക്ഷൻ വേണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതിന് അവരുടെ മനസ്സിനെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണ്. അവരുടെ ലൈഫിൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിനെയൊക്കെ ഒന്ന് നേരെയാക്കണം, അവരുടെ സ്വഭാവത്തിനെയൊക്കെ ഒന്ന് നേരെയാക്കി കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ഒരു റീ യൂണിയന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 8 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗ്രഹണം സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ നിങ്ങളുമായിട്ട് വഴക്കിട്ട് പിണങ്ങിപ്പോയിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണുന്നത്. സ്ട്രോങ് ആയിട്ടുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ശനിയുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ കാർഡ് എടുക്കുന്ന സമയത്ത് എല്ലാവർക്കും അല്ല, ചില വ്യക്തികൾക്കെങ്കിലും നല്ല രീതിയിൽ വഴക്കുണ്ടായതായി കാണുന്നു. നല്ല രീതിയിൽ കരഞ്ഞ് വിഷമിച്ചായിരിക്കും ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഗ്രഹണം സംഭവിച്ചു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് എനർജിയെ കാണുന്നുണ്ട്. ഓക്കെ, ബ്ലാക്ക് മാജിക്കിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റും അതുപോലെ തന്നെ ശനിദോഷത്തിൻ്റെ ഒരു എഫക്റ്റും നിങ്ങളുടെ റിലേഷനെ ബാധിച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ക്യൂൻ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ എത്രയും പെട്ടെന്ന് തന്നെ കടന്നു വരും. പക്ഷേ ഇപ്പോൾ അവരുടെ ചുറ്റുപാടും എന്ന് പറയുന്നത് വളരെ പ്രോബ്ലം സിറ്റുവേഷനാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടോ ജോലി സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടോ നല്ല രീതിയിൽ തന്നെയാണ് ചില പ്രശ്നങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിപ്പോൾ ജഗിൾ ചെയ്യുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനാണ് കടന്നു പോകുന്നത്. അവരുടെ മനസ്സ് ഉണങ്ങിയിട്ടില്ല. ഓക്കെ, ഹീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം അവർക്ക് ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സാഹചര്യം അവരുടെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം അവർ നിങ്ങളിലേക്ക് എത്തുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് വാണ്ടിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഡബിളാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഗ്രോത്ത് ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ ഉടൻ തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് കോള് മെസ്സേജ് കോണ്ടാക്റ്റിലേക്ക് വരുന്നതാണ്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി എന്താണ് വന്നിരിക്കുന്നത്? നിങ്ങൾ ഒരുപാട് അവരെ ചേസ് ചെയ്തിട്ടുള്ള വ്യക്തി ആയിരിക്കാം. ഇപ്പോൾ ചേസ് ചെയ്ത് നിങ്ങളും അടുത്തിരിക്കുന്നു, നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങളതെല്ലാം തളർന്ന് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, നിങ്ങൾ ഈ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മാനസികമായിട്ടും നിങ്ങൾ തകർന്നിരിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള ഈ ഒരു പ്രതീക്ഷ, ഈ ടാരോ റീഡ് പോലെയുള്ള ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് കടന്നു പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരു ഓഫർ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, പ്ലാൻ ചെയ്യുന്നുണ്ട്. ചില വ്യക്തികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. 2 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ചില വ്യക്തികൾക്ക് കോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. മറ്റു ചില വ്യക്തികൾക്ക് ഉടൻ തന്നെ കോൾ മെസ്സേജ് വരുന്നതായിരിക്കും. ഒക്കെ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്.
ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ പേഴ്സൺ. ഇത്രയും നാളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കാതെ സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നു എങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുവാൻ അവർ തയ്യാറാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഓഫർ എടുക്കുവാൻ തയ്യാറാകുന്നു. റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് വേണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കുറേ നാളായിട്ട് അവർ നിങ്ങളെ വെയിറ്റിംഗ് ചെയ്ത് നിർത്തിയിരുന്നെങ്കിൽ അതെല്ലാം അവസാനിപ്പിക്കാൻ പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ അവർ പറയുന്നു നിങ്ങളവരെ ഹൃദയത്തിലാണ് മുറിവേൽപ്പിച്ചത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഹീലിങ്ങിൻ്റെ കാർഡാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ എന്തോ പ്രവൃത്തിയോ വാക്കോ അതവരെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ആ വേദനിപ്പിച്ച വേദനയിൽ നിന്നും അവരിപ്പോഴും മുക്തിയായിട്ടില്ല. തിരിച്ച് നിങ്ങളെയും വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് അങ്ങോട്ടുമാകാം ഇങ്ങോട്ടുമാകാം. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല രീതിയിൽ പെയിൻ തന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അത് നിങ്ങളെ വേദനിപ്പിച്ചതുമാകാം. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി മാറി വരാം. ഓക്കെ, അവരിതായിരിക്കും പറയുന്നത് നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദന ഒന്ന് മാറുന്നത് വരെയും അല്ലെങ്കിൽ ആ മുറിവൊന്ന് ഉണങ്ങുന്നത് വരെ അവർ മാറി നിൽക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് ഒന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്സൊന്നും ചെയ്യാതെ അവരെ എല്ലാം വിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം. മറ്റത് നിങ്ങൾ അവരുടെ പിറകെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അവരുടെ കോളും മെസ്സേജിനൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയം നിങ്ങൾ വിട്ടു പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് നിങ്ങളോടൊരു സ്നേഹം തോന്നുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നു. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് വ്യൂസിൻ്റെ പേഴ്സൺ. ഓക്കെ, നിങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവിടെ നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ ഒരു സ്ത്രീ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടോ നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യങ്ങൾ സാമ്പത്തികമായിട്ടോ പ്രോപ്പർട്ടി പരമായിട്ടോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ വഴക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനൊക്കെ ചൊല്ലി അവർ ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്. ഓക്കെ, അവർ ചിന്തിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഒന്ന് മാറിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് റിലീസ് ചെയ്യുവാൻ സാധിച്ചിരുന്നെങ്കിൽ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു സക്സസ്, ഒരു ന്യൂ ബിഗിനിങ്ങിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാണ്ടാണ്. നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വന്നെത്താമായിരുന്നു. പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം ഫസ്റ്റ് നമ്മൾ എടുത്തതുപോലെ തന്നെ ആ ഒരു മുറിവ് ഇവിടെ ഉണങ്ങിയിരുന്നെങ്കിൽ, നിങ്ങളെല്ലാം മറന്നിരുന്നെങ്കിൽ ഓക്കെ, വീണ്ടും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാമായിരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ അവരിൽ നിന്നും എല്ലാം ഇപ്പം നിങ്ങൾ പിറകെ പോകുന്നില്ല. ഇപ്പോൾ അവരുടെ മനസ്സാണ് നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളെവിടെയാണ്, എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ അവരെ ചേസ് ചെയ്യാത്തത് എന്നൊക്കെ വിചാരിച്ച് അവരുടെ മനസ്സ് ഇപ്പോൾ നിങ്ങളോട്ട് അട്രാക്റ്റഡ് ആകുകയാണ്. ഓക്കെ, നിങ്ങളിലേക്ക് അവർ ഫോക്കസ് ചെയ്യുന്നു. നിങ്ങളെവിടെയാണ്, എന്താണ് പറ്റിയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളോട് തിരക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്. ഓക്കെ, ഇവിടെ ഏറ്റവും നല്ല മെസ്സേജുകളാണ് എല്ലാം വരുന്നത്. ഓക്കെ, ഒരു നെഗറ്റീവായിട്ടുള്ളതും വരുന്നില്ല. ചില വ്യക്തികളിൽ മാത്രം, ഒന്നോ രണ്ടോ കുറച്ച് പേരിൽ മാത്രമാണ് ചില സാമ്പത്തികമായിട്ടും ചില മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചില വഴക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഓക്കെ ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക്
ഒരു ഓഫറുമായിട്ട് വരണമെന്ന് തന്നെയാണ് നമ്മളിവിടെ നോക്കിയപ്പോഴത്തേക്ക് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കപ്പിൻ്റെ എനർജിയാണ്. അതൊരു ഓഫർ കൊടുക്കുന്നതായിട്ടുള്ള ഒരു കപ്പ് തന്നെയാണ്. ഓക്കെ, അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോള് മെസ്സേജ് തരണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇനി മുന്നോട്ട് നല്ലൊരു രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും വഴക്കും അടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാർഡിന് ഏറ്റവും മീൻ ചെയ്തുള്ള കാർഡ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസിന് നൽകുന്നതായിട്ടുള്ള ഓവറോൾ മെസ്സേജ് എന്താണ്? ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളെ വീണ്ടും സ്നേഹിക്കണം, ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നിങ്ങളെ എത്രയൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നാലും, ഏതൊക്കെ തേർഡ് പാർട്ടിയും ഫോർത്ത് പാർട്ടിയും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്നാലും, എന്തൊക്കെ ബ്ലാക്ക് മാജിക് ഒക്കെ വന്നിരുന്നാലും, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ വരാത്തതായിട്ട് ആരുമില്ല. തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്, നിങ്ങളത് ക്ഷമിക്കുമെന്നവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം അത്രമേൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ അവരെയും സ്നേഹിക്കുന്നു എന്നവർ തിരിച്ചറിയുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്നേഹത്തിനും നിങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹത്തിന് ഒരുപാട് വാല്യൂ അവർ നൽകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നല്ല മെസ്സേജാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് കാണുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. ഹൈലി എനർജിയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിത് മഹത്വമായി തീരും. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് വന്നു ചേർന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്.